ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ JB ക്രിയേഷൻ ആർട്സ് ആൻഡ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ്. ഞാൻ ആമസോൺ വഴി കുറച്ച് റെയിലിംഗ് പോട്ട്സ്, മെറ്റലിൻ്റെ റെയിലിംഗ് പോട്ട്സ് വാങ്ങിയിട്ടുണ്ട്. മെറ്റലിൻ്റെ റെയിലിംഗ് പോട്ട്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഗാർഡനിൽ ഭംഗി കൂട്ടാൻ വളരെ നല്ലൊരു പോട്ടായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പോട്ട് വേണമെങ്കിൽ ഞാൻ ആമസോണിൻ്റെ ഈ ലിങ്ക് ഞാനാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ നേരിട്ട് മേടിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിയിരിക്കുന്നത് ഇതുപോലുള്ള റെയിലിംഗ് പോട്ട്സുകളാണ്. നമുക്ക് ഇത് ബാൽക്കണിയിലും അതുപോലെ തന്നെ ഗേറ്റിൻ്റെ സൈഡിലൊക്കെ കമ്പികളുണ്ടെങ്കിലും അതിലൊക്കെ ഇങ്ങനെ തൂക്കിയിടാവുന്നതാണ്. നമുക്കിതുപോലെ ബോക്സിലാക്കിയിട്ടാണ് ഈ 5 പോട്ട്സും വന്നിരിക്കുന്നത്. ഇതുപോലെ പ്ലാന്റർ വരുമ്പോൾ ഇതിൻ്റെ ഫിറ്റിങ്സ് ഒക്കെ നമുക്ക് സെപ്പറേറ്റ് ആണ് വരുന്നത്. അതെങ്ങനെ ചെയ്യുന്നതെന്ന് കാണിക്കാം. നമുക്ക് വേണമെങ്കിൽ ഇവിടെ രണ്ടിടത്ത് ഹോൾ കൊടുത്തിട്ടുണ്ട്, ഇവിടെയും കൊടുത്തിട്ടുണ്ട്, ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയും നമുക്ക് ഫിറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഇങ്ങനെ വെച്ചും ഫിറ്റ് ചെയ്യാം. ഇങ്ങനെ വെച്ചാകുമ്പോൾ ഇച്ചിരി നീളത്തിൽ കിടക്കും. അല്ല തിരിച്ച് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഇങ്ങനെ താന്നിരിക്കത്തേ ഉള്ളൂ. നമുക്ക് ഈ പോട്ട് മാത്രമേ നമുക്കിങ്ങനെ ഫ്രണ്ടിൽ കാണത്തുള്ളൂ. ഫിറ്റിങ്സ് ഒക്കെ വളരെ എളുപ്പമാണ്. ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം എന്നിട്ടും മുറുക്കുക ചെയ്യും ബോൾട്ട്. ഇങ്ങനെ എല്ലാ പോട്ട്സും നമ്മളിതുപോലെ ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ 5 പോട്ട്സാണ് നമുക്ക് വരുന്നത്. നമുക്ക് ഈ 5 പോട്ട്സിനും കൂടെ 1029 ആണ് ആയിരിക്കുന്നത്. പ്ലാന്ററാണ് കേട്ടോ. നമുക്ക് ബാൽക്കണിയിലും അതുപോലെ തന്നെ ഗേറ്റിൻ്റെ ഫ്രണ്ടിലൊക്കെ നമുക്കിതുപോലെ തൂക്കിയിടാനൊക്കെ നല്ലതാണ്. വെള്ളം നല്ല രീതിയിൽ വാർന്നു പോകാനായിട്ട് ഡ്രെയിനേജ് ഹോളും ഇതിന് കൊടുത്തിട്ടുണ്ട്. നല്ല ഗ്ലേസിങ് ആയിട്ടുള്ളൊരു കളറാണ്. നല്ല ഡോട്ടുകളും അതുപോലെ തന്നെ നല്ല ഗ്ലേസിങ് ആണ്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, പക്ഷേ നല്ല ഗ്ലേസിങ് ആണ് ഇപ്പോൾ കാണാനായിട്ട്. വളരെ നല്ല ഭംഗിയുള്ള പോട്ട്സുകളാണ്. നമുക്ക് ഗാർഡന് ഭംഗി കൂട്ടാൻ വളരെ നല്ലൊരു പോട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്ക് പോട്ടിൽ എങ്ങനെയാണ് പ്ലാന്റ് നടുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന മണ്ണിൽ ചകിരിച്ചോറ്, പെർലൈറ്റ്, ചാണകപ്പൊടി ഇവയെല്ലാം കൂടെ ഉള്ള ഒരു പോട്ട് മിക്സ് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് പോട്ടെടുത്ത് അതിലേക്ക് കരിയിലയിട്ട് അതിന് ശേഷം നമുക്ക് പോട്ട് മിക്സ് ചേർത്ത് കൊടുക്കാം. ഈ പോട്ടിൽ ഞാൻ നടാനായിട്ട് ഫേണിൻ്റെ ഒരു വെറൈറ്റിയാണ് എടുത്തിരിക്കുന്നത്. ഇത് വെർട്ടിക്കൽ പോട്ടിൽ ഞാൻ വെച്ചിരുന്നതാണ്. ഞാൻ അതുപോലെ തന്നെ എടുത്ത് ഞാൻ ഇതിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ചുറ്റും പോട്ട് മിക്സ് ഇട്ട് നമുക്ക് നിറയ്ക്കാവുന്നതാണ്. അങ്ങനെ ഞാൻ എല്ലാ പോട്ടും ഇതുപോലെ നട്ടു വെച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എന്ത് ഭംഗിയാണ്, നോക്കിയേ. ഈ പോട്ട്സ് എല്ലാം എന്ത് ഭംഗിയാണെന്ന് നോക്കി. ഈ പ്ലാന്റ്സൊക്കെ നല്ല രീതിയിൽ എടുത്തറിയും ഇതിനകത്ത്. ഈ പോട്ട്സിൻ്റെ ഭംഗിയും അതുപോലെ തന്നെ ഈ പ്ലാന്റിനെക്കാട്ടും കൂടുതലും ഈ പോട്ട്സിൻ്റെ ഭംഗിയാണ് ഇങ്ങനെ എടുത്ത് അറിയുന്നത്. ഈ പ്ലാന്റ് നട്ടതുകൊണ്ട് തന്നെ ചെറിയൊരു വാട്ടമൊക്കെ ഉണ്ട്. നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഭംഗി അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയ മറ്റൊരു പോട്ടാണിത്. ഇതൊരു ഹാങ്ങിങ് പോട്ടാണ്, നല്ല ഭംഗിയുള്ളൊരു പോട്ടാണ്. അതുപോലെ തന്നെ ഇതൊരു ചകിരിയുടെ പോട്ടാണ്. കാണുന്നുണ്ടോ? ഇത് ചകിരിയാണ്. ഈ ചകിരിയിൽ ഇത് നടുന്നതുകൊണ്ട് തന്നെ ഇതിനകത്ത് വെള്ളം നീർപ്പം നിലനിർക്കും എപ്പോഴും. അതുകൊണ്ട് എപ്പോഴും ഈ പ്ലാന്റ് ഒരു ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. നിങ്ങൾക്ക് ഫേൺസ് വെറൈറ്റി ഇതുപോലുള്ള പോട്ട്സിലൊക്കെ നട്ട് കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് കുറേ നാൾ നിൽക്കും. എനിക്ക് ഇതുപോലുള്ള പോട്ട്സ് ഞാൻ ഇനി മേടിക്കുമ്പോൾ വേണമെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ഇടാം. എല്ലാം നല്ല ഫ്രഷ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോഴും ഇതിനകത്ത് നമ്മളിപ്പം വൈകിട്ട് ഞാൻ ഒരു നേരം മാത്രമേ ഈ പ്ലാന്റ്സിനൊക്കെ വെള്ളം കൊടുക്കാറുള്ളൂ. ഇവിടെ നല്ല വെയിലാണ്. നല്ല വെയിലിൻ്റെ സമയത്തായതുകൊണ്ട് തന്നെ ഈ ഒരു പോട്ടിൽ ഈ പ്ലാന്റ്സുകൾക്കൊന്നും ഒരു പ്രശ്നം വരാറില്ല. എന്നുവെച്ചാൽ എപ്പോഴും ഒരു നനവ് കാണും. അതുകൊണ്ട് നല്ലതായിരിക്കും. ഫേൺസിൻ്റെ വെറൈറ്റികൾക്കാണ് കൂടുതലും ഈ ഒരു പോട്ട് ചൂസ് ചെയ്യാൻ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഈ മണി പ്ലാന്റും വളരെ നല്ലതായിട്ടിരിക്കും, നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. ഈ പോട്ട് ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്ക് വളരെ നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്.
നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണും വരെ ബൈ ബൈ.